ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്നിവിടുത്തെ അച്ഛൻ്റെ 4ാം ചരമവാർഷികമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ചേട്ടനും പൊന്നും കൂടി പോയി പൂമാലയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അവിടെ കുഴിക്കരയിലൊക്കെ വെച്ചു. അതുപോലെ ഫോട്ടോയിലൊക്കെ വെക്കാനുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ചെയ്യുകയാണ് അവർ. അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ മലയാളം അധ്യാപകനായിരുന്നു കേട്ടോ. പിന്നെ ഞാനിവിടെ വന്ന സമയത്താണെങ്കിൽ എൻ്റെ ചേട്ടനേക്കാളും എന്നോട് വലിയ കാര്യമായിരുന്നത് അച്ഛനാണ്. അച്ഛനെന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്നെ വീട്ടിൽ വിളിക്കാൻ അച്ഛൻ ആര്യ എന്നൊക്കെ ആയിരുന്നു കേട്ടോ വിളിക്കുന്നത്. എന്നെ ആര്യ എന്നായിരുന്നു അച്ഛൻ വിളിക്കുന്നത്. അച്ഛനിട്ട പേരാണ്. അപ്പോൾ പൊന്നു ജനിച്ച് ഒരു 10 ദിവസം കഴിയുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ പൊന്നുക്കുട്ടന് പേരൊക്കെ ഇട്ട സമയത്ത് ആദ്യം അവൾക്ക് തീർത്ഥ എന്ന് പേരിട്ടു. അത് കഴിഞ്ഞ് പിന്നെ എന്നെ അച്ഛൻ വിളിച്ചുകൊണ്ടിരുന്ന ആര്യ എന്നുള്ള പേരും കൂടി പൊന്നുവിന് ഇട്ട് കൊടുത്തു. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ പൊന്നുവിനെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ആലപ്പുഴയിലായിരുന്നു. അച്ഛന് വയ്യാതെയൊക്കെ കിടന്ന സമയത്ത് ആലപ്പുഴയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മോൾക്ക് അച്ഛൻ ഇഷ്ടപ്പെട്ട പേര് തന്നെ ഇട്ടു. ആര്യ തീർത്ഥ എന്നാണ് അവളുടെ പേര്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഉച്ചയ്ക്ക് കഞ്ഞിയാണ് കേട്ടോ. ചക്കയും കഞ്ഞിയും പയറും കഞ്ഞി അങ്ങനെയൊക്കെ ആക്കും. നമ്മളെന്തായാലും ചക്കയും കഞ്ഞിയാണ് കേട്ടോ ആക്കുന്നത്. ഞാൻ ചക്കയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പകുതി തന്നെ എടുത്തു. അപ്പോൾ പകുതി എടുത്ത് മതിലിൽ വെച്ചിരുന്നു കേട്ടോ. ആരെങ്കിലും എടുത്തോട്ടെ എന്ന് വിചാരിച്ച് വെച്ചതല്ല. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അതിൽ നിറച്ചിട്ട് ചെറുതേനീച്ച. അവർക്ക് അതിൻ്റെ തേനല്ല, അതിൻ്റെ പശരക്ക് അതവർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കൂടിൻ്റെ എന്തെങ്കിലും പണിക്കായിരിക്കും. ഇവിടെ ഉണ്ടല്ലോ 2 തേനീച്ചക്കൂട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർക്ക്. 2 എണ്ണം മൺകുടത്തിൽ സെറ്റായിട്ടില്ല. അത് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അവർ എന്തൊക്കെയോ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചക്കപ്പശയൊക്കെ ശേഖരിച്ച് കാലിൽ വെച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചക്കയൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ വന്ന് നിന്ന് നോക്കി. നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. മഴയൊന്നും ഇല്ലായിരുന്നു. നല്ല തെളിഞ്ഞ കാലാവസ്ഥ കണ്ടോ. അങ്ങനെ കഞ്ഞിയും ചക്കക്കുഴയൊക്കെ റെഡിയായി. അപ്പോൾ ആദ്യം തന്നെ കാക്കയ്ക്കുള്ളത് വെക്കുകയാണ് കേട്ടോ. കാക്കയ്ക്ക് വെച്ച് അത് കഴിഞ്ഞ് നമ്മൾ കഴിക്കുള്ളൂ. അങ്ങനെയാണ്. പിന്നത്തെ പ്രധാന ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ കഞ്ഞി എടുത്ത് വെച്ചു. അത് കോരിയിട്ട് ഒരാളുടെ കുരുത്തൊക്കെ കണ്ടോ. വളയെടുത്ത് അതിൻ്റെ പുറത്ത് വെച്ച് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. എപ്പോഴും എനിക്ക് അതിങ്ങനെ അലിച്ചലിച്ചിരിക്കാനേ സമയമുള്ളൂ കേട്ടോ. അത് ചെയ്യരുത് കുറുമ്പി പെണ്ണുമാണ്. അപ്പോൾ ഉണ്ടല്ലോ 2 മരം കൊത്തികൾ നമ്മുടെ റബ്ബർ ഇരുന്ന് നല്ല കൊത്തി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കൊത്തിക്കൂടെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ റബ്ബറിൻ്റെതല്ലേ, അതുകൊണ്ട് കൊത്തിയത് കഞ്ഞി കോരി വെച്ചിരുന്നത് കാക്ക കൊത്തി കഴിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അതൊരു കുഞ്ഞു കാക്കയാണ്. അതിവിടെ വരാറുള്ളത്. അത് തന്നെ ഇവിടെ വരാറുള്ളത് 2 കാക്ക കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം സ്ഥിരം ഇവിടെ തന്നെയൊക്കെ ഉണ്ട് കറങ്ങി ആൾ. പൊന്നു എന്തെങ്കിലുമൊക്കെ കൊടുക്കുമല്ലോ, അത് പ്രതീക്ഷിച്ച് രാവിലെ തന്നെ വരും കേട്ടോ. രാവിലെ തന്നെ എത്തി നോക്കിയിരുന്ന് കാത് പറഞ്ഞ് ഓലയിലൊക്കെ കയറിയിരുന്ന് വിളിയായിരിക്കും. അപ്പം നമ്മളെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം സമയത്തേക്ക് കാണും. ഇവിടെ ഒരു കുഞ്ഞു റോസ് ആദ്യത്തെ പൂവിട്ടു കേട്ടോ. 2 കളറായിട്ടാണ് പൂവ് നിൽക്കുന്നത്. വൈറ്റും പിങ്കും മിക്സ് ആയിട്ടാണ് കേട്ടോ പൂവ്. പിന്നെ നോക്കിയേ, ആ തേനീച്ചകൾ പോയിട്ടൊന്നുമില്ല. വൈകുന്നേരമായിട്ട് അത് അവിടെ തന്നെ ഉണ്ട്. കണ്ടോ, അതിൻ്റെ കാലിൽ ഇങ്ങനെ ചെറിയ ബോളുകളാക്കി ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ അതിൽ അതിശയം പോലെ തോന്നി. ഞാൻ ഇത്ര അടുത്ത് ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അവർ പൂമ്പൊടിയൊക്കെ ശേഖരിക്കുന്നത് ഇതുപോലെ തന്നെ കാലിൽ ഇങ്ങനെ വെക്കുമായിരിക്കും. കണ്ടോ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. വൈകുന്നേരം രാത്രിയായപ്പോൾ കുറച്ച് മാമ്പഴം കൊണ്ടുവന്നു കേട്ടോ. കൂട്ടുകാരെ, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിൽ ഒത്തിരി താങ്ക്സ് കേട്ടോ. വീണ്ടും കണ്ട് സപ്പോർട്ട് തരണേ. ബൈ.